നമുക്കിന്ന് നല്ല ക്രീമി ആയിട്ടുള്ള ചീസി ആയിട്ടുള്ള പാസ്തയുടെ റെസിപ്പി നോക്കിയാലോ. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ക്രീമി ചിക്കൻ മക്രോണി പാസ്ത ആണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു റെസിപ്പി നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനുവേണ്ടി ആദ്യം തന്നെ ഞാൻ 750 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂണ് ലെമൺ ജ്യൂസും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇത് ഒരു 15 മിനിറ്റ് മാറ്റി വെച്ച ശേഷം നമുക്കൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂണ് ഓയിലും 2 ടേബിൾ സ്പൂണ് ബട്ടറും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് ചിക്കനൊന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കാം. അപ്പോൾ ബട്ടർ മെൽറ്റായി വന്നപ്പോൾ ഞാനിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 750 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കളറൊന്ന് ചേഞ്ചായി വന്നു കഴിഞ്ഞാൽ നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വെള്ളം വറ്റി വരുന്നത് വരെ നമുക്കിതൊന്ന് തുറന്ന് വെച്ചിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കാം. ഇതുപോലെ ഗോൾഡൻ കളറായിട്ട് വരുന്നത് വരെ ഒന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കാം. ഇപ്പോൾ ഇതിൽ ഓയിലെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ആക്കിയിട്ടുള്ള ആ ഓയിലിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂണ് ബട്ടർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂണ് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ കളറൊന്ന് ചേഞ്ചായി വരുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഈ സവാള നല്ല സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. അപ്പോൾ ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ സവാള എവിടെയും കറക്റ്റായിട്ട് തന്നെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ക്യാപ്സിക്കം ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിട്ടിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം. ഇതും ഇതുപോലെ തന്നെ ഞാനൊരു 5 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ക്യാപ്സിക്കം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ വാടി വന്നിട്ടുണ്ട്. ഓവറായിട്ട് ഇങ്ങനെ സോഫ്റ്റായിട്ട് വാട്ടിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈം ആകുമ്പോൾ നമുക്കിത് ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് മൈദ ചേർത്ത് കൊടുക്കാം. മൈദ ചേർത്തിട്ട് ഈ ഒരു ഓയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാനിത് മൊത്തത്തിൽ തന്നെ മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇനി മൈദയുടെ ആ ഒരു റോസ് സ്മെല്ല് ഒന്ന് മാറുന്നത് വരെ നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം. മൈദയുടെ ആ ഒരു റോസ് സ്മെല്ലൊക്കെ മാറിയിട്ട് നല്ലൊരു സ്മെല്ല് വരുമ്പോൾ നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ടോട്ടൽ 2.5 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ 2 കപ്പാണ് ഒഴിച്ചിട്ടുള്ളത്. എന്നിട്ട് നമുക്കിത് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് തിക്കായി വരുന്നത് വരെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ. ആ ഒരു ടൈമിൽ നമുക്ക് മക്രോണി വേവിക്കാനായിട്ടുള്ള വെള്ളം വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലൊരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് ഓയിലും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ആ ഒരു ടൈമിൽ നമ്മൾ വൈറ്റ് സോസ് ഇവിടെ റെഡിയായി വരുന്നുണ്ട്. ഇപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് കുരുമുളക് പൊടി 1 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സും 1 ടീസ്പൂൺ തന്നെ ഒറിഗാനോ കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് ഫ്രഷ് ക്രീമും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് വീണ്ടും മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് കുറച്ചും കൂടി പാൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ നേരത്തെ 2 കപ്പ് പാലാണ് ഒഴിച്ചത്. അതിൽ 1/2 കപ്പ് പാൽ ഇനി വീണ്ടും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ടോട്ടൽ 2.5 കപ്പ് പാലാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ പാലും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത ശേഷം നമുക്ക് വൈറ്റ് സോസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മക്രോണി ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഞാനിവിടെ 400 ഗ്രാം മക്രോണി ഉണ്ട് എടുത്തിട്ടുള്ളത്. നമുക്ക് ഏത് ടൈപ്പ് പാസ്ത വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ടൊന്ന് കുക്കായി വരട്ടെ. അപ്പോൾ മക്രോണി ഇവിടെ കറക്റ്റായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് അരിപ്പയിലേക്ക് ഊറ്റിയെടുക്കാം. എന്നിട്ട് നമ്മളിത് പച്ചവെള്ളം ഒന്ന് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ.
ഇനി നമുക്ക് കുക്ക് ചെയ്ത് എടുത്തിട്ടുള്ള മക്രോണി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇട്ട് കൊടുക്കുക. ഇതും ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് 1/2 കപ്പ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള മൊസറല്ല ചീസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചീസും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കിത് വീണ്ടും ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ ക്രീമി ചീസി ചിക്കൻ മക്രോണി പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത്. അപ്പോൾ ഇതുവരെ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി ഇതുപോലത്തെ നല്ല നല്ല വെറൈറ്റി റെസിപ്പീസായിട്ട് വീണ്ടും വരാം. താങ്ക് യു.